നമസ്കാരം, നാസിഫാണ്. ആർക്കും അറിയാൻ വഴിയില്ല, കാരണം ഒരു ബ്ലോഗർ അല്ലാത്തതുകൊണ്ട്. ഒരു മനോഹരമായ സ്റ്റേക്കേഷനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇന്നലെ രാത്രി മൂന്നാർ ഒരു ടു ഡേ ട്രിപ്പിന് വന്നതാണ്. അപ്പോൾ ഒരു നെറ്റിൽ സെർച്ച് ചെയ്ത് നമുക്കൊരു സ്റ്റേക്കേഷൻ കിട്ടി. റോം റസ്റ്റിക് വട്ടവട നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായ സ്ഥലമാണ്. വളരെ മനോഹരമായ ഒരുപാട് വ്ളോഗർമാർ പരിചയപ്പെടുത്തിയ സ്ഥലമാണ്. വട്ടവടയിൽ നിന്നൊരു 13 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി ഒരു 6000 അടി മുകളിൽ നിലനിൽക്കുന്ന പളത്തോട്ടം എന്നൊരു അതിമനോഹരമായ ഗ്രാമം. ഈ ഗ്രാമത്തിൽ അതിനു മുകളിൽ ഒരു പീക്കിൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന റോം റസ്റ്റിക് എന്നൊരു സ്റ്റേക്കേഷൻ. ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് ടെൻറ്റ് സ്റ്റേ ആണ്. പിന്നെ ഇവർ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാമിലി റൂം, അതുപോലെ നല്ല ഭക്ഷണം ഒക്കെയുള്ള ഒരു സ്റ്റേക്കേഷൻ. അപ്പോൾ നമ്മളിവിടെ എത്തിയത് ഇന്നലെ രാത്രി ഒരു 7:30 കൂടെ ഇവിടെ എത്തിയത്. നല്ല ക്യാമ്പ് ഫയർ, ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ 2 പേര് മാത്രം ജസ്റ്റ് ഒരു ചില്ലൗട്ടിന്. നാട്ടിലൊക്കെ ഭയങ്കര ചൂടല്ല, അപ്പോൾ ഒരു ചില്ലൗട്ടിന് വന്നാണ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു 15 ഡിഗ്രി വരെ തണുപ്പ് രാത്രി തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ടെൻറ്റ് സ്റ്റേ എടുത്തത് വളരെ അടിപൊളിയായിട്ട്. അതായത് രാത്രി ഇവിടെ ഫുഡ് നല്ല ഫുഡ് ഒക്കെ സെറ്റാണ്, ഹോംലി ഫുഡാണ്. പിന്നെ ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത്, മെയിനായിട്ടൊരു പോയിൻ്റ് നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് റേഞ്ചിൻ്റെ കാര്യമാണ്. അപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നവർ പിന്നെ ജിയോ അല്ലെങ്കിൽ BSNL സിമ്മ്, ഈ സിമ്മ് ഉള്ളവർക്കാണ് ഇവിടെ റേഞ്ച് ഉള്ളത്. കാരണം മൂന്നാറിൽ നിന്നൊരു 5 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ നെറ്റ്വർക്ക് കണക്ഷനും ഔട്ടാണ്, റേഞ്ച് തീരെയില്ല. ബാക്കി ഇവിടെ വൈഫൈ ഒക്കെ ഇവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ജിയോ സിമ്മ് നല്ല റേഞ്ച് ഉണ്ട്, BSNL നല്ല റേഞ്ച് ഉണ്ട്. പിന്നെ രാവിലെ മോർണിംഗിൽ ഇവിടുന്ന് നമ്മളൊരു 7 o'clock സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഒരു 8500 അടി മുകളിലോട്ട് പീക്ക് ചെയ്തിട്ട് നടന്ന് കയറാനുണ്ട്. അടിപൊളി വ്യൂ ആണ്. ആ ഒരു കോവൈമുട്ട അല്ലേ, എന്നാ കോവൈമുട്ട അത് പേര്? കോയിൽമുട്ട. ആ പീക്കിൻ്റെ പേര് കോയിൽമുട്ട എന്നാണ്. കോയിൽ പീക്ക് എന്ന് പറയാം, തമിഴിൽ കോയിൽമുട്ട എന്നവർ പറയുന്നത്. നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഫുള്ള് കൊടൈക്കനാലിൻ്റെ വ്യൂ കാണാം. കൊടൈക്കനാലിൻ്റെ വ്യൂ ഒരു സൈഡിൽ ഫുള്ള് പഴത്തോട്ടം വില്ലേജ് കംപ്ലീറ്റ് ആയിട്ട് മേലിൽ നിന്ന് കാണാൻ പറ്റും. അത്രയും ഹൈറ്റിലാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ് മേലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ടെൻറ്റ് വരുന്നത്. ഒരു 3 ആൾക്ക് വളരെ സുഖമായിട്ട് കിടക്കാൻ പറ്റും. നല്ല 2-3 പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ബാക്കി വരുന്ന ടെൻറ്റുകൾ കാണുന്നതാണ്. 50 പേർക്ക് കിടക്കാനുള്ള സൗകര്യം ഇവിടെ ഓൾറെഡി ഉണ്ട്. അവിടെ താഴെയുണ്ട് ടെൻറ്റ്. ഇപ്പോൾ പിന്നെ ഇവിടെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന റൂമുകൾ ഉണ്ട്, അത് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മഡ് ഹൗസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 2-3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. അപ്പോൾ പഴത്തോട്ടം എന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഇവരിവിടുന്ന് ജീപ്പിൽ കൊണ്ടുവരും. വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു യാത്ര തന്നെയാണ്. വളരെ പേടിച്ചു പോകും. നല്ല മേലോട്ട് കുത്തനെ 4 വീൽ ഡ്രൈവ് വെച്ച് ഇവർ കയറിയിട്ടാണ് ഇവർ വരുന്നത്. അത് 1-2 ബെൻഡ്, എയർപിൻ ബെൻഡുകൾ കഴിഞ്ഞ് മേലോട്ട് ഇവർ കടന്നു വരുന്നത്. അത്രയും അഡ്വഞ്ചറാണ് ഇവിടെ മേലെ കയറി